ഭയങ്കര വെള്ളമാണ്. ഒന്നുമില്ല, എല്ലാം നശിച്ച്. ഇനി നശിക്കാനൊന്നുമില്ല. വെള്ളം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. മൂഴിയാർ ഡാമും തുറന്നിട്ടുണ്ട്. ടി വി പോയി, ഫ്രിഡ്ജ് പോയി, എല്ലാം പോയി. ഇനി ഒന്നുമില്ല. ഇനി അല്ല, കറണ്ട് വല്ലതും അടിച്ച് ഇടുക എന്നുള്ളതേ ഉള്ളൂ. ചെങ്ങന്നൂരിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂർ പ്രയാർ പ്രദേശത്താണ്. ഇതിൻ്റെ ഇരുവശങ്ങളിലായി രണ്ട് പഞ്ചായത്തുകളാണ്. പാണ്ടനാട് പഞ്ചായത്തും അതോടൊപ്പം തന്നെ തിരുവമ്പണ്ടൂർ പഞ്ചായത്ത്. ഈ രണ്ട് പഞ്ചായത്തുകൾക്ക് നടുവിലൂടെയുള്ള റോഡാണ്. ഈ രണ്ട് പഞ്ചായത്തുകളെയും കാര്യമായി തന്നെ പ്രളയം ബാധിച്ചിട്ടുണ്ട്. മൂഴിയാർ ഡാം തുറന്നു വിട്ടതോടുകൂടി കൂടുതൽ ആശങ്കയിലാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ നിന്ന് NDRFിൻ്റെ നേതൃത്വത്തിൽ ആളുകളെ പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ മണിക്കൂറുകളിലും അത് തുടരുകയാണ്. നിരവധി കുടുംബങ്ങളെ ഇപ്പോൾ ഇതിനോടകം തന്നെ 300ഓളം കുടുംബങ്ങളെ ഇരു പഞ്ചായത്തുകളിൽ നിന്നുമായി ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് പമ്പയാറും മറുവശത്ത് മണിമലയാറും ആണ്. അങ്ങനെ രണ്ട് ആറുകളുടെ നടുക്കുള്ള ഒരു പ്രദേശമാണ് ഈ രണ്ട് പഞ്ചായത്തുകൾ, പാണ്ടനാടും അതോടൊപ്പം തന്നെ തിരുവൻപണ്ടൂരും. അതുകൊണ്ട് തന്നെ ആദ്യ മഴയും ആദ്യ വെള്ളം എത്തുന്ന പ്രദേശങ്ങൾ ഇതുതന്നെയാണ്. ഇപ്പോൾ മൂഴിയാർ ഡാം കൂടി തുറന്നു വിട്ടു എന്നുള്ളൊരു ആശങ്ക അത് ജനങ്ങൾ വലിയ രീതിയിൽ പങ്കുവെക്കുന്നുണ്ട്. എന്നാലും കുറേ ആളുകളൊക്കെ ഇപ്പോൾ അവരെയൊക്കെ വീടുകളിൽ നിന്നും ഇവിടെ എത്തിച്ച ശേഷം ഇവിടെ വാഹനം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സമീപത്തൊരു പള്ളിയുണ്ട്, അവിടെയും കുറേ ആളുകളൊക്കെ വിശ്രമിക്കുന്നുണ്ട്. എന്തായാലും വാഹനം ഇങ്ങോട്ട് വന്നതിന് ശേഷം അവരെയൊക്കെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യും. ആളുകൾ നമുക്കറിയാം ദൂരെ നിന്നും നടന്നു വരുന്നത് മുട്ടിന് മുകളിൽ ഈ ഭാഗത്ത് റോഡിൽ വാഹനം എത്തുന്ന സ്ഥലത്ത് വരെ വെള്ളമുണ്ട്. അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ കൂടുതൽ വെള്ളമുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് വളർത്തുമൃഗങ്ങളും ആളുകളും ഒക്കെയും മാറുകയാണ്. എന്തായാലും ചെങ്ങന്നൂരിൽ വലിയ ആശങ്കയായി ഇപ്പോൾ ഓരോ മണിക്കൂറുകളിലും വെള്ളം ഉയരുകയാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് സാഹചര്യം? നല്ല വരവുണ്ടല്ലേ? ക്യാമ്പിലേക്കൊക്കെ എല്ലാവരും മാറുകയാണ്. വെള്ളം വലുതായിട്ട് വരുന്നുണ്ട്. ഇനിയും വെള്ളം ഡാമെല്ലാം തുറന്ന് നമുക്ക് കാണാം ക്യാമ്പുകളിലേക്കൊക്കെ പോകാൻ ബാഗുകളൊക്കെ പാക്ക് ചെയ്ത ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതൊരു പള്ളിയുടെ കോമ്പൗണ്ടാണ്. ഇവിടെ ഇതിന് സമീപത്താണ് വാഹനം വരുന്നത്. എങ്ങനെയുണ്ട്? ക്യാമ്പിലേക്ക് പോകാൻ നിൽക്കുകയാണോ? വീട്ടിൻ്റെ അകത്തൊക്കെ വെള്ളമായി. 2018 സമാനമായ സാഹചര്യമാണോ? നിങ്ങളുടെ ഈ ആ ഭാഗത്തു നിന്നൊക്കെ എല്ലാവരും പോകുന്നു? എങ്ങനെയുണ്ട് ചേട്ടാ? ഭയങ്കര വെള്ളമാണ്. ഒന്നുമില്ല, എല്ലാം നശിച്ച്. ഇനി നശിക്കാനൊന്നുമില്ല. മൊത്തം കാട്ടിലും മെത്തയും നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാം പോയി. ഇത്രയും വെള്ളം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. മൂഴിയാർ ഡാമും തുറന്നിട്ടുണ്ട്. ടി വി പോയി, ഫ്രിഡ്ജ് പോയി, എല്ലാം പോയി. ഇനി ഒന്നുമില്ല. ഇനി അല്ല, കറണ്ട് വല്ലതും അടിച്ച് ഇടുക എന്നുള്ളതേ ഉള്ളൂ ഞങ്ങളുടെ പോളിസി. എന്തായാലും വലിയ ബുദ്ധിമുട്ടിലാണ് ആളുകൾ. അവരുടെ പരമാവധി സാധന സാമഗ്രികളുമായി ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും ഒക്കെ പോവുകയാണ്. NDRFിന്റെ ഒരു 32 അംഗ സംഘം ഈ ചെങ്ങന്നൂർ തന്നെ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എരമല്ലിക്കരയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പാണ്ടനാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും NDRFിന്റെ നേതൃത്വത്തിലുള്ള സംഘം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ട്രാക്ടറിലും അതോടൊപ്പം തന്നെ ചങ്ങാടത്തിലും മറ്റുമായി അവിടെ ആളുകളെ ഈ സ്ഥലങ്ങളിലേക്ക്, വാഹനം എത്തുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് പഞ്ചായത്തുകളും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. മണിമലയാർ ഒരു വശത്ത്, മറ്റൊരു വശത്ത് ഈ 2018 പ്രളയത്തിൽ ഏറ്റവും അധികം ആളുകളെ പ്രളയം ബാധിച്ച രണ്ട് പ്രദേശമാണ് ചെങ്ങന്നൂരിൽ ഈ പാണ്ടനാടും അതോടൊപ്പം തന്നെ തിരുവൻപണ്ടൂരും. ഈ രണ്ട് സ്ഥലങ്ങളിലും ആ നിലയ്ക്ക് വലിയ ആശങ്ക ജനങ്ങൾക്കുണ്ട്. പരമാവധി ആളുകളെ ഇപ്പോൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ക്യാമറമാൻ കാഞ്ഞികാവിനൊപ്പം ജോസി ബാബു, മീഡിയ 1, ചെങ്ങന്നൂർ.